ഈ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ അസഹിഷ്ണുത പുലർത്തുന്ന ചിലർ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. അത് മറ്റാരുമല്ല, സോണിയാഗാന്ധിയും മകനും കുടുംബം ഒന്നടങ്കമാണ്. ഇസ്രായേലുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുണ്ടാകുന്നത്? പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം സാറേ. അതിനകത്ത് അത് പറയാതിരിക്കുന്നതിന് ഇപ്പം സാറ് ദേശീയ മാധ്യമങ്ങൾ മൊത്തം പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫാദേഴ്സ് ലാൻഡ് സാറ് ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ചില ടോക്കിൻ്റെ കീഴിലൊക്കെ ചില ആൾക്കാർ വന്നിട്ട് ഇപ്പം ഏറ്റവും വലിയ വിഷയം പാകിസ്ഥാനിനകത്ത് ഖോജ ആസിഫ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി പറഞ്ഞല്ലോ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നൊക്കെ. എന്തിനു വേണ്ടി? വെള്ളത്തിന് വേണ്ടി. ഇപ്പം വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർ, അപ്പോൾ പ്രത്യേക ആൾക്കാർ, വെള്ളം കൊടുത്തൂടെ, അത് ശരിയാണോ, അത് മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനമല്ലല്ലോ, ഇതുവരെ ഉണ്ടായിരുന്ന നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും മറ്റു പലരുടെ കാലത്തും ഒക്കെ എന്തെല്ലാം യുദ്ധം ഉണ്ടായിട്ടുണ്ട്, അന്ന് വെള്ളം തടഞ്ഞു വെച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള തേങ്ങൽ കണ്ടിട്ടില്ലേ? ഇതൊക്കെ പേടി തേങ്ങലുകളാണ്. പണ്ട് ഈ തേങ്ങലുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ചില എഴുത്തുകാരൊക്കെ ഇപ്പം അവന്മാർക്ക് വലിയ വിലയൊന്നുമില്ല. അതായത് ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പം ഇതിനകത്ത് ഫാദേഴ്സ് ലാൻഡ് എന്നാണ് ഇപ്പൊ ഈ പറയുന്ന ഈ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ ഈ ഇസ്രായേലിനെ പറ്റി പറയുന്നത്. ഇസ്രായേലിനെ ഇപ്പൊ സോണിയാഗാന്ധി ഒരു ലേഖനം എഴുതിയിരിക്കുക, ഇസ്രായേലിനെ ലോകം മൊത്തം തള്ളി, പാലസ്തീന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും കരയുന്നത് ആരും കേൾക്കുന്നില്ല, അതിന് ഇന്ത്യ വില കൊടുക്കുന്നില്ല, ലോകം മൊത്തം തള്ളിയപ്പോൾ ഒരുപക്ഷെ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഇന്ത്യ കൂട്ടുപിടിച്ചെങ്കിൽ ചുമ്മാതല്ല, ലോകം മൊത്തം തള്ളിയപ്പം, ലോകം മൊത്തം വേണ്ടാന്ന് വെച്ചപ്പോഴും ഒന്നുമല്ലാത്ത സമയത്തും ഈ പറയുന്ന ഇവരുടെ അമ്മായിയമ്മയുടെ ചോദിച്ചാൽ അറിയാം, മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അന്നും ഇന്നും ഇപ്പോഴും നിൽക്കുന്ന ഇസ്രായേലേ ഉള്ളൂ, പിന്നത്തെ ഒരു രാജ്യം റഷ്യയേ ഉള്ളൂ. അപ്പം ഇസ്രായേൽ ഇന്ത്യയുടെ കൂടെ നിന്നാൽ ആ നിൽപ്പ് നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് വലിയ ഗുണം ഉണ്ടാകും. അപ്പൊ ആ ഗുണം വേണ്ട എന്നുള്ളത് സോണിയാഗാന്ധിയുടെ മനസ്സിലിരിപ്പുണ്ട്. കാരണം സിന്ദൂരിന്റെ സമയത്ത് ലോകം മൊത്തം അംഗീകരിച്ചപ്പോൾ ലോകം മൊത്തം ഇന്ത്യയുടെ യുദ്ധത്തെ അതിശയത്തോടു കൂടി കാണിച്ച് നമ്മൾ യുദ്ധം ചെയ്യുന്നതിനകത്ത് നമ്മളെ ഫേക്കാണെന്നും കുഴപ്പമാണെന്നും നമ്മുടെ വിമാനങ്ങൾ തറയിൽ വീണെന്നും ഒക്കെ ചൈന ഉൾപ്പെടെയുള്ള വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ തെളിവ് നിരത്തി പറഞ്ഞപ്പോൾ നമുക്കെതിരെ പറഞ്ഞ മാധ്യമങ്ങൾ, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ പല മാധ്യമങ്ങളും നമ്മളെ കുറച്ച് കാണിക്കാൻ സമയത്ത് നമ്മൾ തെളിവ് സഹിതം കൊടുത്തപ്പം ആ തെളിവ് സഹിതം കൊടുത്ത വാർത്ത ലോകം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. സിന്ദൂറിലെ ശശി തരൂര് അനുകൂലിച്ചപ്പോൾ പോലും കോൺഗ്രസ് എതിർത്തു. അപ്പം അന്ന് ലോകം വാർത്ത ചെയ്തപ്പോഴും ഇവിടുത്തെ 7 വിമാനം വീഴുന്ന കണക്കും കൊണ്ട് ഇരിക്കുമായിരുന്നു ഈ സോണിയാഗാന്ധിയുടെ മകൻ, ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പൊ ഇന്ത്യയോടാണോ സ്നേഹം അവർക്ക്? ഇപ്പൊ ഇതിനകത്ത് അടുത്ത ഒരു അടി ഇവിടെ നടക്കും. സാറ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ ഉൾപ്പെടെ നമ്മളുൾപ്പെടെ, സാറ് ഞാനോടാണോ ചെയ്യുന്നറിയത്തില്ല, ഈ മൊസാദിന് നമ്മുടെ പാകിസ്ഥാൻ നമ്മളിവിടെ ചെയ്തത്, പാകിസ്ഥാനിലെ ഭരണാധികാരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പട്ടാള മേധാവി അസീം മുനീറിനെ തട്ടുന്നതിന് വേണ്ടി ഒരു തീരുമാനം മൊസാദ് എടുത്തെന്ന് പറഞ്ഞാൽ, മൊസാദ് അസീം മുനീറിനെ എവിടെ വെച്ച് തട്ടാൻ തീരുമാനിക്കുന്നത് ഏത് ചർച്ചയിലാണെന്നറിയോ? അമേരിക്ക ഏർപ്പെടുത്തിയ ചർച്ചയിലാണ്. അപ്പം ഭയം ഉണ്ടായിട്ടാണോ ചെയ്യുന്നത്? അമേരിക്ക ഏർപ്പെടുത്തിയത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ പാകിസ്ഥാൻ പട്ടാള മേധാവിയെയും ആ ഗ്യാങ്ങിനെയും മൊത്തം തട്ടാൻ മൊസാദ് തീരുമാനിക്കുകയും മൊസാദ് കാൽക്കുലേഷൻ നടത്തിയാലും പോരായ്മ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയൊക്കെ ചെയ്തെടുത്ത് അപ്പൊ മൊസാദ് രണ്ടും കെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള രീതി അറിയാമല്ലോ. അപ്പൊ അതേ രീതിയിലേക്കാണ് ഇപ്പൊ വാർത്ത വരുന്നത്. അടുത്ത യുദ്ധം ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കും സാർ. ഉണ്ടാക്കിയിരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമില്ല, പാകിസ്ഥാനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഈ ഖോജ ആസിഫ് ഉൾപ്പെടെയുള്ളവർ ഈ ജലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യ അടിച്ചാൽ പാകിസ്ഥാൻ എങ്ങും പോയി രക്ഷപ്പെടത്തില്ലെന്ന് പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ ചെന്നിട്ട് നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞല്ലോ, വ്യാപാര കരാർ അമേരിക്കയുമായിട്ട് ഉള്ളത് ചോദിച്ചപ്പോൾ എന്തോ ആണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും ആയിട്ടില്ല, ഞങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ വ്യാപാര കരാറിനകത്ത് കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒപ്പിടും. അമേരിക്കയുടെ വ്യാപാര കരാറാണ്. ട്രംപിന് സഹിക്കുമോ? ട്രംപ് അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. ട്രംപ് എങ്ങനെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ യുദ്ധം ഉണ്ടാക്കാൻ നോക്കും. അതിനാരെ ഉപയോഗിക്കും? ആർക്കും യുദ്ധം ചെയ്താൽ
ആ യുദ്ധം ചെയ്യുന്നതിന് കാശ് കൊടുക്കുന്നതിനകത്തുനിന്ന് ഇച്ചിരി മാറ്റി വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ളതാണല്ലോ പാകിസ്ഥാൻ. അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നതാണല്ലോ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഇപ്പൊ ഇന്നലെ തൊട്ട് നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ അജ്ഞാതം കയറി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്ത മനസ്സിലായില്ലേ? എല്ലായിടത്തും കൊണ്ട് അവിടെ അജ്ഞാതം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിനകത്ത് ഇപ്പം ഇത് വളരെ കൃത്യമായിട്ട് നമുക്കറിയുന്നതിനെക്കാട്ടി ജിയോ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സോണിയാഗാന്ധി. അത് ആ സോണിയാഗാന്ധിയുടെ ഇപ്പൊ ഈ ലേഖനത്തിന്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പാകിസ്ഥാനകത്ത് പാകിസ്ഥാൻ കുറെ ദിവസവുമായിട്ട് കൃത്യമായിട്ട് കരയുന്നു, ഇസ്രായേൽ ഇന്ത്യയുടെ കൂടെ ഉണ്ട്. അതായത് അവർക്കറിയാം, ഈ മുനീറിന്റെ വിഷയം വെച്ചിട്ട് അറിയാം, അടുത്ത പ്രാവശ്യം അടി തുടങ്ങിയാൽ സാറേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിന്ദൂരിൽ അടിച്ച് അടിയെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ അടിയാന്ന് അറിയാം. നമ്മൾ പറഞ്ഞു ഇവിടെ കയറി തോന്നിവാസം കാണിച്ച അല്ലെങ്കിൽ ആക്രമണം കാണിച്ച എല്ലാവരെയും, അതായത് ഭീകരവാദികളുടെയും ഞങ്ങൾ തീർത്തിരിക്കുന്നു. നമ്മൾ എണ്ണം വെച്ച് തീർത്തോ. ഇപ്പൊ അവന്മാർ അന്ന് പൂട്ടിയ കടയാ എന്ന് വെച്ചാൽ പിന്നെ അത് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ പാക് നേതാക്കന്മാരെ കൈകാര്യം ചെയ്യും. സംശയമൊന്നും വേണ്ട. അടുത്ത യുദ്ധം ഉണ്ടാവുന്നെങ്കിൽ വരാൻ പോകുന്നത് ഈ അസീം മുനീറിനെ ഉൾപ്പെടെ. അന്ന് ബംഗറിൽ പോയി പെണ്ണുപിള്ളയുടെ കൂടി ഇവന് ഇരുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. പാക് പ്രധാനമന്ത്രിയുടെ ഇരിക്കുന്നതിന്റെ 20 കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മൾ മിസൈൽ അടിച്ചു. അന്ന് അയാൾ ബംഗറിൽ പോയത് ഓർമ്മയുണ്ടോ? വാർത്തയൊക്കെ നിങ്ങൾക്ക് അന്നത്തെ അറിയാമല്ലോ. ബംഗറിൽ അത് 20 കിലോമീറ്റർ ഇപ്പുറത്തോ നമ്മുടെ സാധനം 20 കിലോമീറ്റർ അപ്പുറത്തോട്ടൂടെ പോകത്തില്ലയോ നമ്മുടെ മിസൈല്? 20 കിലോമീറ്റർ ഇപ്പുറത്ത് കൊണ്ട് നിർത്തിയതാ. ഇത് കണ്ടോ? ഇത് എവിടെ നമ്മൾ കാണിക്കില്ല അല്ലെ? ചില അമ്പ ചെയ്യുമ്പം ഇവിടെ കൊണ്ട് അമ്പ് നിർത്തുമല്ലോ, കഴുത്തിന്റെ ഇവിടെ കയറ്റാൻ ഇല്ലാഞ്ഞിട്ടല്ല ഇതിലേക്ക്. അപ്പം ഇതിനെക്കാട്ടിൽ ഈ കഴുത്തിനകത്തൂടെ കയറുന്നതിനെക്കാട്ടിൽ ആക്യുറേറ്റ് ആയിട്ട് യുദ്ധം ചെയ്താലേ ഇപ്പുറത്തൂടെ കയറത്തുള്ളൂ. അപ്പം അത്രയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളടമാണ്. അപ്പം അടുത്ത പ്രാവശ്യം ഇതിനകത്ത് വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇറാനുമായിട്ടുള്ള കാര്യത്തിനകത്ത് ഇസ്രായേൽ ഇറാൻ ഏതാണ്ട് അവർ 10-20 കൊല്ലം പുറകോട്ടാക്കി അവരുടെ കസ്റ്റഡിയിലാക്കി തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അതിനകത്ത് ഇപ്പം ഈ പ്രോക്സികൾക്കകത്ത് ഹമാസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒന്ന് തുർക്കിയും ഒന്ന് പാകിസ്ഥാനാണ്. അപ്പം തുർക്കിയുടെ കയ്യിൽ ആണവായുധങ്ങളില്ല, പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്. ഈ ഹമാസിനെ ഇപ്പം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഈ പ്രോക്സികളുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിൽ ഈ ടെക്നോളജിയോ ആണവായുധമോ പോയാൽ അത് ആദ്യമേ കൊണ്ടിടാൻ സാധ്യതയുള്ളത് ഇസ്രായേലിലാണ്. അതുകൊണ്ട് ഇവനെ അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന കണക്കല്ല, അടുത്ത ദിവസങ്ങളിലൊക്കെ ഇറാനെയും തുർക്കിയെയും വിട്ടിട്ട് പാകിസ്ഥാനിലേക്ക് മാത്രം സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഇടനില വന്നപ്പോഴും ഇവൻ ഇറാനിൽ ചെന്നിട്ട് അവിടെ IRGSലെ ചില നേതാക്കന്മാരായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കിയതൊക്കെ ഈ മുനീറുണ്ടല്ലോ, അസീം മുനീർ, അതൊക്കെ ഇസ്രായേലിന് അറിയാത്ത കാര്യമാണ്. ഇസ്രായേൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേൽ പാകിസ്ഥാനെ കയറി അടിച്ചാലും പറയും നമ്മൾ അടുപ്പിച്ചിട്ട് അടിച്ചാലും പറയും. അപ്പൊ ഇത് ജിയോ പൊളിറ്റിക്സിൽ പാകിസ്ഥാനും മനസ്സിലായിട്ടുണ്ട് ഇസ്രായേൽ നമ്മളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അവരിപ്പോഴേ അത് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ഇസ്രായേൽ ഇത് തന്നെയാണ് സോണിയാഗാന്ധി പറഞ്ഞത്. സോണിയാഗാന്ധിക്ക് സാറേ ഇവിടെ നമ്മുടെ കാര്യത്തിന് A-Z കാര്യത്തിന് നമ്മുടെ സുരക്ഷയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു കരാർ ഒപ്പിട്ടിട്ട് അമേരിക്കയെ വിട്ടിട്ട് അവിടെ ആയുധങ്ങൾ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്ന ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നതിന് പകരം പാലസ്തീനി മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ കരഞ്ഞത്. റഷ്യ കുഞ്ഞുങ്ങൾ കരയുന്നില്ല യുക്രൈനില്. മറ്റു പലയിടത്തും ഈ പറഞ്ഞ ലോകത്ത് എവിടെല്ലാം കുഞ്ഞുങ്ങൾ കരയുന്നു, സ്ത്രീകൾ കരയുന്നു. ഫലസ്തീനിലൂടെ ഇവര് വേറൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക. ഈ വോട്ട് ബാങ്ക് തന്ത്രമാണ് കേരളത്തിലും ഉണ്ടാക്കിയത്. വോട്ട് ബാങ്ക് തന്ത്രമൊന്നും ഇപ്പൊ ഓടുന്നില്ല. പക്ഷെ അതല്ല, ഇവർക്ക് വേറെ പലതുമാണ്. അല്ല, മോദിയുടെ വിദേശ നയം കൃത്യമായി ഇവിടെ ഉള്ളവർക്ക് അറിയാം. ആ വിദേശ നയം വളർത്തിയെടുത്തത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഈ ഒരു വളരെ ക്രൈസിസിൽ പോലും പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇവര് പറയുന്നത് ഇറാനുമായിട്ടുള്ള ബന്ധം പോയില്ലേ, പാലസ്തീനുമായിട്ടുള്ള ബന്ധം. ഇറാനുമായിട്ട് എവിടെ ബന്ധം പോയത്? ഖമേയുടെ അവസംസ്കാരത്തിന് ആദ്യം വിളിച്ച ഇന്ത്യ പ്രധാനമന്ത്രിയാ. കഴിഞ്ഞ ദിവസം പാലസ്തീനിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ചില കാര്യത്തിനകത്തൊന്ന് ഇടപെടണേ, ഞങ്ങൾക്ക് ഇന്ത്യ അല്ലാതെ വേറെ ആരുണ്ട്. ഇന്ത്യയുടെ പാലസ്തീന്റെ കാര്യത്തിന് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വിദേശ നയം അത് തന്നെയായിരുന്നു. പാലസ്തീനിന്റെ ആ രാജ്യത്തിന് സ്വതന്ത്രാധികാരം കൊടുക്കണമെന്നല്ലേ നമ്മൾ ഈ സമയത്തെല്ലാം പറഞ്ഞു. അല്ല, പാകിസ്ഥാനിലെ ചില ചെറുപ്പക്കാർ മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതാണ്, നരേന്ദ്രമോദി ഞങ്ങളെ കൂടി രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് നമ്മുടെ വിദേശ നയത്തിനകത്ത് പാലസ്തീന് വിഷയമില്ല, ഇറാന് വിഷയമില്ല. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആ വിഷയം. ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള അതേ സമയത്ത് തന്നെയാണ് ജവാബ് അല്ലെങ്കിൽ പോർട്ട് ഉൾപ്പെടെ നമുക്ക് തന്നേക്കുന്ന ഇറാനകത്ത് തർക്കമൊന്നുമില്ല. ഇന്ത്യയുടെ രീതി അറിയാം. ഇസ്രായേലുമായിട്ട് ഇപ്പൊ ഉണ്ടാക്കിയ ബന്ധമാണ്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിൽ ഉണ്ടാക്കിയ ബന്ധമാണ്, കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമല്ലേ. ആ ബന്ധം അവർക്കറിയാം. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ആയുധം അവിടെ കൊണ്ട് അവനെ അടിക്കുകയെന്ന് അവർക്കറിയാം. പക്ഷെ അന്ന് ബന്ധം സോണിയാഗാന്ധിക്ക് പ്രശ്നം, അത് വേറെ പ്രശ്നമാണ് സാറേ.
പാലസ്തീന് ഒരു പ്രശ്നവുമില്ല. പാലസ്തീൻ നമ്മളുമായിട്ട് കഴിഞ്ഞ ആഴ്ച പാലസ്തീൻ വിദേശകാര്യ മന്ത്രി നമ്മളുമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യ ഇടപെട്ട് തീർത്തു തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം, ഇവിടെ യുദ്ധം അതെല്ലാം കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ നിൽക്കുന്നത്. ഈ വിദേശ നയത്തിനകത്ത് വേറെ ആർക്കും പ്രശ്നമില്ല. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് 90,000-ഓളം പട്ടാളക്കാരെ പിടിച്ച് വെച്ചിരുന്നിടത്ത് ആ പട്ടാളക്കാരെയും വിട്ടുകൊടുത്ത് അന്ന് നമ്മൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത ഭൂമിയും വിട്ടുകൊടുത്ത് പിഒക്കെയും വിട്ടുകൊടുത്ത ചരിത്രമുള്ളവനാ. ആരാ? നെഹ്റുവിന്. സാറിന് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നെഹ്റുവിനല്ല, ഇന്ദിരാഗാന്ധി എന്തിന്റെ ചരിത്രമായിരുന്നു? എന്തിനാ വിട്ടുകൊടുത്ത്? അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പട്ടാളക്കാരുടെ ചരിത്രം, അല്ലെങ്കിൽ അന്ന് പിടിച്ചുകൊണ്ട് പോയ ഏതാണ്ട് 800 താഴെയുള്ള പട്ടാളക്കാർ, 100 അല്ല, ആ പട്ടാളക്കാരെ എങ്ങോട്ട് പോയി, എവിടെ കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുവച്ച് കൊന്നെന്ന് അന്നത്തെ ഭരണാധികാരികൾ ഇന്ദിരാഗാന്ധി തിരക്കിയിട്ടില്ല. ആ പറയത്താ ഇവിടെ നെഹ്റുവിനെ കണ്ടുപിടിക്കാനും ഇന്ദിരാഗാന്ധിയെ കണ്ടുപിടിക്കാനും മറ്റു പലരെയും കണ്ടുപിടിക്കാനും പറഞ്ഞാൽ ചരിത്രം അറിയാവുന്നവൻ അവരെ കണ്ടുപിടിക്കത്തില്ല. അന്നും ഇന്നും എന്തൊക്കെയോ കാരണം കൊണ്ട് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമല്ല ഇവരൊന്നും. പരിശോധിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാ, മറ്റു പലരുടെയും ഭാഗമാ. നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഒളിച്ചു കടത്തലായിരുന്നു. ഇപ്പൊ ഇത് വെളിച്ചത്ത് വന്നപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോഴും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ഇത് പൊളിച്ചു കാണിക്കാൻ ആളുണ്ട്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. സോണിയാഗാന്ധി ഇപ്പോഴും ചെയ്യുന്ന പണി ഇന്ത്യക്ക് വേണ്ടിയല്ല ഈ പണി ചെയ്യുന്നത്. സോണിയാഗാന്ധിയുടെ മകൻ ചെയ്യുന്ന പണി ഇന്ത്യക്ക് വേണ്ടിയല്ല, പാകിസ്ഥാന് വേണ്ടിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണിയാണ്. ആ പണി ഇനി ഇന്ത്യയിൽ ഓടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒത്തിരി വട്ടം ഓടിച്ച് നോക്കിയതാ. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാലസ്തീനി മാത്രമല്ല, പലയിടത്തുമുണ്ട് കുഞ്ഞുങ്ങളും സ്ത്രീകളും. ലോകത്തുടനീളം യുദ്ധം നടക്കുന്നുണ്ട്. ആഫ്രിക്കയിലൊക്കെ കരയുന്നുണ്ട്, യുക്രൈനിൽ കരയുന്നുണ്ട്, യുദ്ധം നടക്കുന്ന പലയിടത്തും കരയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇവിടുത്തെ കുഞ്ഞുങ്ങളും സ്ത്രീകളും കരയുന്ന ഇവർ കേൾക്കുന്നില്ലേ? അപ്പൊ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇവിടെ നിന്ന് കരച്ചിൽ ഉയർന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് നല്ലതുപോലെ കേൾക്കട്ടെ. ഈ കരച്ചിലിന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. അതൊക്കെ വെളിച്ചത്ത് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.